ഇന്ന് ബിഗ് ബോസിലെ ലൈവ് കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഷാനവാസും അനീഷും തമ്മിലുള്ള ആ ഒരു പഴയ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു ടോം ആൻഡ് ജെറി കോംബോ അതൊക്കെ ഏകദേശം അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പോൾ റിയലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് രണ്ടുപേരും ഇൻഡിവിജ്വൽ കണ്ടസ്റ്റൻസ് ആയിട്ട് നിന്നാലേ ഇനി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ എന്നുള്ളത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും അനീഷിൻ്റെ മനസ്സിലൊരു വലിയ സങ്കടമുണ്ട്. കാരണം ഈ പറയുന്ന ആദില ഒളിപ്പിച്ച് വെച്ച ജിത്തു ജോസഫ് കൊടുത്ത ആ ഒരു കോയിൻ അത് ഷാനവാസ് ഒളിപ്പിച്ച് അത് ഹോൾഡ് ചെയ്ത് വെക്കുമെന്നുള്ളത് അനീഷ് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഇന്ന് കിച്ചൺ ഏരിയയിൽ വെച്ചിട്ട് ഒരു സംസാരം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഷാനവാസ് പറയുന്നത്, നിന്റെ കോയിൻ ഞാനാണ് എടുത്ത് മാറ്റി വെച്ചത്, പക്ഷെ നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട് ട്രിഗർ ആവുന്നത്. അതുപോലെ തന്നെ അനീഷ് പല രീതിയിലും അവിടെ ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഷാനവാസ് സമ്മതിക്കുന്നില്ല. അനീഷിൻ്റെ സംസാരം നമുക്കറിയാം, അദ്ദേഹത്തിനൊരു പ്രത്യേക ശൈലിയുണ്ട്. ഓരോ കാര്യങ്ങളും പറയുമ്പോൾ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വളരെ വ്യക്തമായിട്ടായിരിക്കും അനീഷിൻ്റെ ആ ഒരു വാക്കുകളൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് അനീഷിനെ സംസാരിക്കാൻ പോലും ഷാനവാസ് സമ്മതിക്കുന്നില്ല. ഇനി എന്നോട് മിണ്ടാൻ നിൽക്കണ്ട, ഇനി എന്നോട് മിണ്ടിപ്പോവരുത്, നീ ഇനി മിണ്ടാനായിട്ട് വരണ്ട, എനിക്ക് നീയായിട്ട് സംസാരിക്കാൻ താല്പര്യമുള്ള നിന്റെ കോയിൻ ഞാൻ ഇപ്പം തന്നെ അങ്ങ് എടുത്ത് തന്നേക്കാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് കോയിനൊക്കെ എടുക്കാനായിട്ട് ഷാനവാസ് പോകുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ ജിത്തു ജോസഫ് കൊടുത്ത അനീഷിന് അത്രയും പ്രിയപ്പെട്ട ആ ഒരു കോയിൻ അനീഷിന് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഷാനവാസ് ആ ഒരു ബോണ്ട് അത് തീർച്ചയായിട്ടും ഇന്നത്തോടുകൂടി ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അനീഷ് അത് എടുത്തു പറയുന്നുണ്ട്, കൂട്ടുകാരെ സെലക്ട് ചെയ്യുമ്പോൾ അത്രയും ആലോചിച്ച് വേണം ചെയ്യാനായിട്ട്. ഒരുപാട് സുഹൃത്തുക്കളിൽ നിന്നും ഒരുപാട് അടികൾ കിട്ടിയിട്ടുണ്ട്, പല പ്രശ്നങ്ങളും പല കൂട്ടുകാരുമായിട്ടുണ്ടായിട്ടുണ്ട്, ഒരുപാട് വഞ്ചനകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും ഷാനവാസിൽ നിന്ന് ഞാനത് പ്രതീക്ഷിച്ചില്ല എന്ന് അനീഷ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഷാനവാസും അനീഷും ബിഗ് ബോസ് ഹൗസിൽ അത്യാവശ്യം സപ്പോർട്ടുള്ള രണ്ട് കണ്ടസ്റ്റൻസ് ആണ്. ഇവർ ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്നത് തന്നെ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ പ്രൊവോക്ക് ചെയ്യാം, ട്രിഗർ ചെയ്യാം, ഇതൊക്കെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ട് വരുന്ന സംഭവമാണ്. ഇവർ രണ്ടുപേരും പേഴ്സണലി ഉള്ളിൽ യാതൊരു വിദ്വേഷങ്ങളും വെച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് അല്ല. ഇവരൊക്കെ ഈ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ട്രിഗർ ചെയ്യുന്നതും പ്രൊവോക്ക് ചെയ്യുന്നതൊക്കെ. അതൊക്കെ ഈ ഒരു ഗെയിമിന്റെ രീതിക്ക് അങ്ങോട്ട് വിട്ടേക്കാം. ഇവരൊക്കെ ചിലപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വളരെ നല്ല സുഹൃത്തുക്കളായിട്ട് മുന്നോട്ട് പോകുന്ന കണ്ടസ്റ്റൻസ് ആയിരിക്കാം. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു കോംബോ എന്ന് പറയുന്ന അനീഷും ഷാനവാസും തമ്മിലുള്ള ആ ഒരു കോംബോ ഇപ്പോൾ താൽക്കാലികമായിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോകുമ്പോൾ അത് കൂട്ടി യോജിക്കുമോ എന്ന് നമുക്കറിയില്ല. ഗെയിമിൻ്റെ ഭാഗമായിട്ട് ബ്രേക്ക് ചെയ്തു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇവർ തമ്മിൽ പേഴ്സണലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു വിദ്വേഷങ്ങളും ഇല്ലാത്ത രണ്ട് മത്സരാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് നമുക്കിനി ഫൈറ്റ് കാണാനായിട്ട് സാധിക്കും, ട്രിഗറിങ് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ നമുക്ക് വളരെ രസകരമായിട്ട് ഈ ഒരു റിയാലിറ്റി ഷോയുടെ ഭാഗമായിട്ട് കാണാം. ബിഗ് ബോസ് മലയാളത്തിൻ്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്